അച്ഛൻ നമ്മൾ എപ്പോഴാ ഉടുപ്പെടുക്കാൻ പോകുന്നത്? പോവാം മകളെ, പോവാം. അച്ഛൻ ഊഞ്ഞാലിട്ടോ? ഊഞ്ഞാലിട്ട് തരാം, രണ്ടുപേർക്ക് ഊഞ്ഞാലിട്ട് തരാം. ഓ, ഇട്ട് തരാം. ഇതാ രണ്ടുപേർക്ക് കൂടെ ഒരു ഊഞ്ഞാല് പോലെ. നിങ്ങൾ വഴി പോകണ്ട, അച്ഛൻ ഇട്ട് തരാം കേട്ടാ. നമുക്ക് ഊഞ്ഞാല് എന്തോ അത്ര ആലോചിക്കുന്നു. എന്താ ചേട്ടന് വിഷമം? കയ്യിലാണെങ്കിൽ ഒരു പൈസ എടുക്കാനില്ല. ഒരുപാട് പേർക്ക് നമ്മൾ കൊടുക്കാനുണ്ട് കടം. ചേട്ടാ, എനിക്ക് ഓപ്പറേഷൻ വന്നതല്ലേ നമ്മൾ ഇത്രയും കടക്കാരായത്. ഞാൻ എത്ര തവണ പറഞ്ഞതാ നമുക്ക് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന്. നീ വിഷമിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഓപ്പറേഷൻ നീട്ടിക്കൊണ്ട് പോരുന്നു ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ. നമ്മൾ ഓണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന പൈസ എല്ലാം ചെലവായി പോയില്ലേ. എന്നാൽ നീ വിഷമിക്കാതിരി ലക്ഷ്മി, എല്ലാം ശരിയാവും. നീ വിഷമിച്ചാലേ കുടുംബശ്രീയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം വാങ്ങിച്ചു 3 അടവ് മുടങ്ങി കിടക്കുന്നു. ഞാൻ 1-2 പേരുടെ കുറച്ച് പൈസ കടം ചോദിച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങളൊക്കെ തീർന്നേ. എല്ലാം ശരിയാവും എന്റെ മനസ്സ് പറയുന്നു. ദേവി നമ്മ കൈയും തട്ടുന്നു. എന്ത് പറ്റി പറഞ്ഞില്ലാതെ? എനിക്കെന്താ നിങ്ങളെ കാണാൻ പാസല്ലേ എടുക്കണോ? അയ്യോ ചേച്ചി, ചേട്ടൻ വിശലം പറഞ്ഞതാ. ചേച്ചി അല്ലേലും നീ അവന്റെ പക്ഷത്താണല്ലോ. അവളെ എന്റെ ഭാര്യയാ. എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ അവൾക്ക് ഉള്ളൂ. നിങ്ങൾ വെറുതെ വഴക്കൊന്നും കൂടണ്ട. ഇത് വഴക്കല്ല ലക്ഷ്മി. ചേച്ചിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചൊറിയുന്ന വർത്തനം കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. നീ ഇപ്പൊ അങ്ങനെ സൂഹിക്കണ്ട. ആശുപത്രി ഒരാഴ്ച ആയി ചേച്ചി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. 1 മാസം അവൾ ആശുപത്രി കിടന്നു. എന്നിട്ട് ഇപ്പോഴും അന്വേഷിക്കാൻ നടക്കുന്നു. എനിക്കിപ്പോഴാ സൗകര്യപ്പെട്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒന്ന് അടങ്ങിയേട്ടാ ചേച്ചി. ഞാട്ട് വന്ന് കയറും മുമ്പ് അങ്ങ് തുടങ്ങും. പറയട്ടെ വെച്ചേ, ഇത് ഇന്നും നിലയും തുടങ്ങിയൊന്നും അല്ലല്ലോ. നീ ഇന്ന് ജോലിക്ക് പോയില്ലടാ? ഇപ്പൊ ജോലിയൊക്കെ കുറവാ ചേച്ചി. ജോലി ഉണ്ടെങ്കിലും അവൻ പോകത്തില്ല വെച്ചേ. ഇവന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? എന്റെ സ്വഭാവം അത്രയ്ക്കും അറിയാമെങ്കിലേ പിന്നെ ചോദിക്കേണ്ട കാര്യം എന്തുവാ? മൂക്കിച്ചങ്ങ് എടുത്താ പോരായിരുന്നോ? ജോലി ഉണ്ടെങ്കിൽ പോവാതിരിക്കത്തില്ല ചേച്ചി. ഇവനെ എനിക്കറിയാവുന്ന പോലെ കൊച്ചിനറിയത്തില്ല വെച്ചേ. നല്ല സമയത്ത് പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഇവനോടും വന്ന പിള്ളേരുണ്ടായിരുന്നേ. ഇയാൾ കൂടുതൽ കിടന്ന് ചിലക്കാതെ പൈസ വല്ല ഉണ്ടെത്താ. ഓണമായിട്ട് 10 പൈസ കയ്യിലില്ല. കിട്ടുന്ന കാശേ കുടിച്ചു കളഞ്ഞ പൈസ കൈ കാണത്തില്ല. അയ്യോ ചേച്ചി, ഇപ്പൊ ചേട്ടൻ അങ്ങനെ മദ്യപിക്കാറില്ല. സത്യമാണ് ചേച്ചി. മദ്യപിക്കാതിരുന്ന അവന് കൊള്ളാം. 2 പിള്ളേരാ വളർന്നിരുന്ന. ചേച്ചി ഇല്ല 1 മാസം ആശുപത്രി കിടന്നില്ലേ. അപ്പൊ ഈ ഓണത്തിനായിട്ട് കരുതി വെച്ചിരുന്ന പൈസ മൊത്തം അങ്ങ് നിങ്ങൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലേ അപ്പുറത്ത് സുഗതന്റെ അടുത്ത് ചോദിച്ചാ പോരായിരുന്നോ? ഒന്നുമില്ലേലുവേ സുഗതന്റെ അച്ഛനും നമ്മുടെ അച്ഛനും ഭയങ്കര കൂട്ടുകാരല്ലായിരുന്നോ? ഞാൻ ഇതുവരെ അങ്ങോട്ട് പൈസ കടം മേടിച്ചിട്ടില്ല. ഞങ്ങളുടെ അച്ഛനും സുഗതന്റെ അച്ഛനും കൂടെ പണ്ട് നാട് വിട്ട് ബർമ്മയ്ക്ക് പോയതാ. അങ്ങേര് വലിയ കോടീശ്വരനായിട്ട് വന്നു. ഞങ്ങളുടെ അച്ഛൻ രോഗിയായിട്ടും വന്നു. അങ്ങേരെ അച്ഛനെ പറ്റിച്ചാ കോടീശ്വരനായത്. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യം. ചേച്ചി ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വെച്ചേ, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് തൽക്കാലം ആവശ്യം നടക്കട്ടെ. ഇവന്റെ കൊടുക്കരുത്, അവൻ കൊണ്ടുപോയി വിൽക്കും. ഇന്ന് കഴിക്കാൻ പോകണോ ചേച്ചി? പോയിട്ട് ഒരു ആവശ്യമുണ്ട്. പിന്നെ എല്ലാരും കൂടെ ഒന്നിച്ചങ്ങ് ഓണത്തിന് അങ്ങ് എത്തിക്കോണം പിള്ളേരെയും കൊണ്ട് കേട്ടാ. മക്കളെ, അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് വരണേ. ഓണത്തിന് എല്ലാരും കൂടെ അങ്ങ് വരണം കേട്ടാ. കള കിട്ടിയതേ
എന്തായാലും ഭാഗ്യമായി. അത്യാവശ്യം പലിശക്കാരെയൊക്കെ പിടിച്ചു നിർത്താം. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ അപ്പുറത്തെ സുഗതൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കടം മേടിക്കാം. ചേട്ടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ, പിള്ള സാറാണെന്ന് തോന്നുന്നു. നോക്കിയേട്ടാ. ആ പിള്ളേ പറയൂ. ആരാ ബില്ലടിക്കുന്നത്? നോക്കി. ആ ഇന്നലെ ട്രിവാൻഡ്രത്ത് പോയിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? അല്ല, ആരാ ഇത്? നാരായണൻകുട്ടിയോ? പതിവില്ലാതെ രണ്ടുപേരും കൂടെ എങ്ങനെ അകത്ത് കയറി ഇരിക്കേ? ലക്ഷ്മി ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ അറിഞ്ഞു. എന്ത് വന്നു? ഒരാഴ്ചയായി ചേച്ചി വന്നിട്ട്. ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ. ഞാൻ അറിഞ്ഞിരുന്നു. കുറെ പൈസ ചെലവായി. സുഗതൻ മുതലാളിയെ കണ്ട് ഒരു 25,000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഓണം അല്ലേ വരുന്നത്. നിങ്ങൾ കയറിയിരിക്കെ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ആരാ വന്നത്? അപ്പുറത്തെ നാരായണൻകുട്ടിയും ഭാര്യയുമാ. എന്താ കാര്യം ചോദിച്ചു? അവളുടെ ഓപ്പറേഷനായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്നല്ലേ ചേട്ടാ. അവർക്കൊരു 25,000 രൂപ വേണമെന്ന് ചേട്ടാ. ഇപ്പൊ രൂപയൊന്നും ഇല്ലെന്ന്, കയ്യിലില്ലെന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറ്റത്തില്ല. ചേട്ടൻ ചെന്ന് പറ. പാവങ്ങൾ വന്ന് പൈസ ചോദിക്കുമ്പോഴേ ചേട്ടൻ ചെന്ന് പറ. എനിക്ക് ശരി, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ചേട്ടാ അവരെ കണ്ടില്ലേ? ഇപ്പൊ കാശിന് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള വിവരം പറഞ്ഞില്ലയോ? ഇതൊരു വലിയ കഷ്ടമാണ് ചേട്ടാ. അതെ, വിഷമൊന്നും തോന്നല്ലേ നാരായണൻകുട്ടി. ചേട്ടന്റെ കയ്യിലേ പൈസ ചേട്ടനൽപ്പം ടൈറ്റില്ല, അതുകൊണ്ട് പൈസ ഇല്ല. നിങ്ങൾ തൽക്കാലം വേറെ എവിടുന്നെങ്കിലും മടക്കി. അവര് പോയോ? ഓ, അവര് പോയി. ചേട്ടൻ കാണിച്ചതേ പരമ കഷ്ടമാണ് കേട്ടോ. എത്ര വർഷങ്ങളായി നമുക്കറിയാവുന്ന കുടുംബമായിട്ടാ നാരായണൻകുട്ടി. 25,000 രൂപ ചുമ്മാ കൊടുക്കാം. അവരാദ്യമായിട്ടല്ലേ ചേട്ടാ നമ്മുടെ അടുത്ത് വന്ന് കടം ചോദിക്കുന്നത്. അവൾ ആശുപത്രി കിടന്നത് കൊണ്ടല്ലേ ചേട്ടാ ഇത്രയും പൈസ ചെലവായത്. നമുക്കൂടെ അറിയാവുന്ന കാര്യമല്ലേ. ആശുപത്രിയിൽ ആര് പോയാലും പൈസ ചെലവാകും. അതെല്ലാം നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ചേട്ടൻ എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ. എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി വിശദമായ ദേവപ്രശ്നം നടത്തണമെന്നാണ് അമ്പല കമ്മിറ്റി തീരുമാനം. തീർച്ചയായും അത് നല്ല കാര്യമല്ലേ. നാഗരാജാവിന് പ്രത്യേകം ഇരിപ്പിടം വേണമെന്നാണ് കാലങ്ങളായിട്ട് പറയുന്നത്. നാഗരാജാവിന്റെ മാത്രമല്ല, ഉപക്ഷേത്രങ്ങളെല്ലാം മാറ്റിപ്പണിയേണ്ടി വരും. ദേവപ്രശ്നത്തിന് ശേഷം എല്ലാം വിശദമായിട്ട് പറയാൻ പറ്റില്ല. കാലങ്ങൾ കഴിയുമ്പോൾ ദൈവങ്ങൾക്ക് പോലും മാറ്റം വേണ്ടി വരും. എന്റെ സംഭാവനയായിട്ട് 10,000 രൂപ എഴുതിക്കോ, ഞാൻ അതൊക്കെ ജീപ്പ് ചെയ്തേക്കാം. ദേവപ്രശ്നത്തിന്റെ അന്ന് നല്ലൊരു അന്നദാനം നടത്തുന്നു. പഴയതുപോലെ അല്ലല്ലോ, എല്ലാത്തിനും ഇരട്ടി വിലയല്ലേ. സത്യമാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അറിയട്ടെ. ദേവപ്രശ്നത്തിന്റെ അന്നേ മുതലാളി ചേച്ചിയും പ്രത്യേക അമ്പലത്തിലൊത്ത് വരണം. നാഗരാജാവിന്റെ ക്ഷേത്രത്തിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, അറിയിക്കാം. ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിന്റെ കാര്യത്തിനാണ് അവർ വന്നത്. എത്ര രൂപ കൊടുത്ത്? 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. നാഗരാജാവിന് ഇരിപ്പിടവും കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ഭഗവാന്റെ കാര്യത്തിന് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. അതിനേക്കാൾ മഹത്തരമാണ് നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്ന ഒരു ഇല്ലായ്മക്കാരനെ സഹായിക്കുന്നത്. നീ പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലായ്മക്കാരെ എത്ര സഹായിച്ചാൽ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചേട്ടാ, മാനവ സേവയാണ് മാധവ സേവയെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? ആദ്യമായിട്ടല്ലേ നാരായണൻകുട്ടിയും ഭാര്യയും വന്ന് നമ്മളുടെ അടുത്ത് ഒരു കടം ചോദിക്കുന്നത്. അത് കൊടുക്കാതിരുന്നത് വളരെ മോശമായി പോയി. നാരായണൻകുട്ടിയെ വെള്ളമടിച്ച് റോഡ് തീരെ നടന്ന് എന്നെ ചീത്ത വിളിച്ചവനാണ്.
അയ്യോടാ, അവൻ ചീത്ത വിളിച്ചത് എത്ര കാലം മുൻപാ. നാരായണൻകുട്ടിയുടെ വസ്തുക്കളല്ലാവേ എന്തു തുച്ഛമായ വിലക്കാ നമ്മൾ എഴുതി വെച്ചത്. വാങ്ങിയ പുരയിടത്തിനൊക്കെ അന്നത്തെ മാർക്കറ്റ് വില ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓ, ചേട്ടനല്ലതിലും എല്ലാത്തിനും ഒരു ന്യായീകരണമുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിൽ താൻ ഇടപെടേണ്ട കാര്യം. ഞാനൊന്നും പറയുന്നില്ലേ. എനിക്ക് ആ നാരായണൻകുട്ടിയുടെയും ലക്ഷ്മിയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോഴേ എനിക്കെന്തോന്ന് അറിഞ്ഞൂടെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ അവരുടെ കാര്യം ഓർക്കണ്ട. ഓർത്താലല്ലേ പ്രശ്നമുള്ളൂ. ചേട്ടാ 2-3 തലമുറ കഴിയാനുള്ള സ്വത്ത് ഉണ്ടാക്കിയിട്ടിട്ടേ നമ്മൾ ഇനി എത്ര നാളേക്കാണ് ചേട്ടാ? ആർക്കു വേണ്ടിയാ ചേട്ടാ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത്? നമുക്കേ കിട്ടുന്ന പലിശയുടെ 1% സാധുക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ എന്താണ് ചേട്ടാ തെറ്റ്? കഷ്ടമാണ് ചേട്ടാ. ലക്ഷ്മി, ലക്ഷ്മി, ആ ചേച്ചി വിളിച്ചായിരുന്നാ? ആ തൂത്തോണ്ടിരിക്കുന്നു. എവിടെ ഞാനേ ഗുരുവായൂർ വരെ ഒന്ന് പോവാ. 2 ദിവസം കാണത്തില്ലേ? പിന്നെ ഗുരുവായൂർ പോകാനായിട്ട് ഒരുക്കി വെച്ചതാ. ബുദ്ധിമുട്ടൊക്കെ അല്ലേ. കൈ ഇരിക്കട്ടെ മേലിലെങ്ങാണെന്ന് നോക്കുന്നോ എന്തോ. ശരി എന്നാ കേട്ടോ. ആ നാരായണൻകുട്ടി വലിയ ജോലിയാണല്ലോ. ഓണമൊക്കെ ഒരു വലിയ വില സാറേ. ആ. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അല്ല ഞാൻ രാവിലെ സംശയിച്ചാ വന്നേ നാരായണൻകുട്ടി പണിക്ക് വല്ലതും പോയി കാണുമെന്നു. ഇപ്പൊ വലിയ ജോലി ഒന്നുമില്ല ബിനോ സാറേ. ആ വിഷമത്തിലാ. വാ സാറേ, കേറിയിരിക്കെ, ചായ കുടിക്കാം. വേണ്ട വേണ്ട, ഇച്ചിരി അത്യാവശ്യമുണ്ട് എനിക്ക്. പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ വന്നേ? ആഴ്ചയായി. ആ സാറേ, 1 മാസം ആശുപത്രി കിടന്നപ്പോൾ എൻ്റെ സാമ്പത്തികം മൊത്തം പ്രതിസന്ധിയിലായി. സാറിന് ഞാൻ കുറച്ച് കാശ് തരാറുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ അങ്ങ് മാറും നാരായണൻകുട്ടി. ഓണമായിട്ടേ ഒരു പൈസ പോലും കയ്യിലെടുക്കാനില്ല. നിങ്ങൾക്ക് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. സുതമ്മയോട് കുറച്ച് കാശ് വായ്പ ചോദിച്ചൂടെ? നിങ്ങളുടെ അടുത്ത വീടല്ലേ? ഞങ്ങള് കുറച്ച് പൈസ ചോദിച്ചായിരുന്നു സാറേ, തന്നില്ല. സുലോന ചേച്ചി പക്ഷെ നമ്മളെ കുറച്ച് സഹായിച്ചായിരുന്നു. സുഗത മുതലാളി പിന്നെ പുറത്തോട്ട് വന്നതേ ഇല്ല. വേറെ ആരും ചോദിക്കാൻ ഞാൻ എന്ത്? റഷീദ് ഭായിയോട് ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാകുമ്പോഴത്തേക്ക് കുറേശ്ശെ കൊടുത്താൽ മതി. എൻ്റെ സുഹൃത്താ. ഞാൻ നോക്കട്ടെ നാരായണൻകുട്ടി. പിന്നെ വീട്ടിലോട്ടൊന്ന് പറയണേ, ചെറിയൊരു പണിയുണ്ട്. ഇന്ന് വരണോ സാറേ? ഇന്ന് വേണ്ട, നാളെ വന്നാൽ മതി. ഓ, നാളെ. സാറേ, ചേച്ചി ഓണത്തിന് വരുവോ? മോളുടെ പ്രസവം കഴിഞ്ഞേ വരത്തുള്ളൂ. പെൺമക്കളെ കെട്ടിച്ചു വിട്ടാലേ പ്രശ്നം തീരുമെന്നുള്ളത് വെറുതെയാ. പ്രശ്നം തുടങ്ങത്തേ ഉള്ളൂ. ഓ, 2 മാസമാവൂ. ഞാനൊന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. ഞങ്ങൾക്ക് 2 ആൺമക്കളല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഓണമായിട്ട് ഭക്ഷണമൊക്കെ എങ്ങനെ സാറോ? ഓട്ട് തന്നെ കാരണം അല്ല എന്തു. ഓണസദ്യ ബുക്ക് ചെയ്താ അപ്പ വീട്ടിൽ കൊണ്ടുവരും. മിക്ക വീട്ടിലെ സ്ഥിതി ഇത് തന്നെയാ സാർ. അതെ, സംസാരിച്ച് സമയം പോയി. അപ്പൊ ഞാൻ എന്നാ പോയിക്കോട്ടെ. നാളെ പറഞ്ഞേ. ഉറപ്പായിട്ടും. വീട് വരെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു എവിടെ നാരായണൻകുട്ടീനെ വീട്ടിൽ നിന്ന് കയറണ്ടേ? വൈഫ് ഒരു മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. വീട്ടിൽ വന്നോ എന്നുള്ള അമ്പലത്തിന്റെ ദൈവപ്രസവമൊക്കെയാ. നോട്ടീസ് ഉണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നു. ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ലക്ഷ്മി എൻ്റെ പോക്കറ്റിലെ പൈസ അടപ്പെടുത്തിട്ട് വാ. ഓണം അടുത്തല്ലോ. ഓണപരിപാടിയൊന്നും ഇല്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ടേ സാമ്പത്തികമായിട്ട് ഇച്ചിരി ഞെരുക്കത്തില്ല. ദൈവപ്രസന്ന ദിവസം രണ്ടുപേരും കുടുംബസമേതം അങ്ങ് എത്തണം. അന്നദാനവും ഉണ്ട്, മറക്കരുത്. കൂഹങ്ങ് എല്ലാവരും കൂടെ അങ്ങ് വരണം. ഭഗവാന്റെ കാര്യമല്ലേ, നമ്മൾ രണ്ടുപേരും. ഞങ്ങൾ ഇറങ്ങാം. ആ പാടെ 100 രൂപ ഉണ്ടായിരുന്നു, അതും തീർന്നു. ഭഗവാൻ കൊടുക്കുന്നതിന് അങ്ങനെ കണക്ക് പറയാൻ പാടില്ല. ഭഗവാൻ നമ്മുടെ പ്രയാസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മൂന്നിലേ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കാനിട്ടിരിക്കുക.
10 സിയാറാ അവർ ചോദിക്കുന്നു. നമ്മുടെ മകനോടൊന്ന് പറയണം. ഞാൻ പറയാം. മേനോന്റെ നമ്പർ മോൻ്റെ കയ്യിലുണ്ടല്ലോ. അതുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് അത് നാരായണൻകുട്ടിയെന്ന് കണ്ടാൽ ഇവിടെ കാര്യം അല്പം കഷ്ടപ്പെട്ടു. നാരായണൻകുട്ടിയും ഭാര്യയും എന്നോട് ഒന്ന് 25,000 രൂപ ചോദിച്ചു. മുതലാളി, നാരായണൻകുട്ടി വലിയ ഒരു അഭിമാനിയാണ്. അവന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി കുറേ കാശ് ചെലവായെന്ന് എന്നോട് പറഞ്ഞു. മുതലാളി കാശ് വല്ലതും കൊടുക്കാറില്ല? ഞാൻ കൊടുത്തില്ല. പണ്ടേ വെള്ളമടിച്ചുകൊണ്ട് വന്ന് എന്നെ ചീത്ത വിളിച്ചവനാണ്. ആ വൈരാഗ്യം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇല്ല മുതലാളി, നാരായണൻകുട്ടി ഇപ്പം മദ്യപിക്കത്തൊന്നുമില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ മദ്യപാനൊക്കെ എത്രയോ കാലം മുമ്പ് നിർത്തിയത്. നീ നാരായണൻകുട്ടി ന്യായീകരിക്കുകയാണോ? മുതലാളി, എനിക്ക് നാരായണൻകുട്ടിയെ നല്ലപോലെ അറിയാം. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. എനിക്ക് ഇപ്പോഴും നാരായണൻകുട്ടിയോട് കടുത്ത ദേഷ്യം. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഒരു മാസം ഞാനിവിടെ ഇല്ലാത്തതിൻ്റെതാണ്. ഒരു പെരയിടം കിടക്കുന്ന നോക്കി. റഷീദൊക്കെ വിളിച്ചായിരുന്നോ ചേട്ടൻ? ഞാൻ വിളിച്ചായിരുന്നു, വരാതിരിക്കത്തില്ല. പൈസ കാര്യം പറഞ്ഞല്ലേ. അല്ല, എന്തുവാ രാവിലെ രണ്ടുപേരുടെ കൃഷിപ്പണിയാണോ? അതാ മേനോൻ സാർ വന്നിട്ട്. ഓണമൊക്കെ അല്ലേ സാറേ? നടക്കട്ടെ. ഓണത്തിന്റെ ദിവസം അടുത്തടുത്ത് വരുമോ സാറേ? കാശിന്റെ കാര്യം ഒന്നും ശരിയായില്ല. അത് ഓർക്കുമ്പോൾ വലിയ മനപ്രയാസമാണ് സാറേ. എനിക്ക് നാരായണൻകുട്ടി ഇനി പ്രയാസപ്പെടണ്ട കേട്ടോ. ഇതേ 25,000 രൂപയുണ്ട്, ഇരിക്കട്ടെ. ഇതെന്തായാലും പിന്നെ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കും. പോലെ തിരികെ തന്നാൽ മതി കേട്ടോ. ഓണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. ഞങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. വലിയ ഉപകാരമാണ് സാർ ചെയ്തത്. ലക്ഷ്മി എന്തിനാ സങ്കടപ്പെടുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടേ? അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എനിക്ക് അല്പം ധൃതിയുണ്ട് കേട്ടോ. ദൈവം നമ്മളെ കൈ വിടത്തില്ല ചേട്ടൻ. നീ വേഗം ജോലി തീർക്ക്. ഞാനിതാ പോണ്ടേ? മേളിലൊക്കെ കിടക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും. ഞാർക്ക് എത്ര കാശ് തൽക്കാലം ഇതിരിക്കട്ടെ. അയ്യോ സീപ്പായി, നമുക്ക് കുറച്ച് പൈസ കിട്ടി. എന്റെ സന്തോഷം ഇരുത്തോട്ടെ. നല്ല പൈസ കിട്ടി, വേറെ കുറച്ച് പൈസ അറേഞ്ച് ആയി. അതുകൊണ്ടാ, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഇല്ല അങ്ങനെ സന്തോഷം. പൈസ ഇത്രയും ചോദിച്ചത് കുറഞ്ഞു പോയത് കൊണ്ടെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. മേനോൻ സാർ സഹായിച്ച് ഇപ്പൊ പൈസ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. വേണ്ട, എനിക്ക് കടയിൽ പോകണം. ആളില്ല കടയിൽ. പോലുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങളെ ഒരു ബലം. റഷീദ് ക, ഓണത്തിന് ഊണ് കഴിക്കാൻ ഇവിടെ ഉണ്ടാവണം. തിരുവോണം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ പോയിട്ട് വന്നപ്പോ മാച്ചിങ് ഡ്രസ്സ് പറഞ്ഞിട്ട് ഇതേ. മേനോൻ സാർ എങ്ങോട്ടാ? എനിക്ക് ബാങ്ക് വരുന്ന പോകണമായിരുന്നു. ഇത് ഓണത്തിനെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലേ? കുറച്ചേ ഉള്ളു, കൊച്ചുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടി മാത്രം. കളിപ്പാട്ടമൊക്കെ ഉണ്ട്, അവർക്കല്ലേ ഓണം. മേനോൻ സാർ വിചാരിച്ചോണ്ട് ഇപ്രാവശ്യത്തെ ഓണം ഈ രീതിയിൽ ആഘോഷിക്കാൻ പറ്റും. ഞങ്ങൾ ഈ സഹായം ഒരിക്കലും മറക്കത്തില്ല. ഇതുപോലെ കഷ്ടപ്പാടുകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ഓണം ഇത് ആദ്യമായിട്ടാ സാറേ. ശരിയാ മേനോ സാറേ, ഈ ആശുപത്രി പോക്ക് വന്നതുകൊണ്ടാണ് ഈ ഓണം ഇങ്ങനെ ആയത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശരിയല്ലേ? മേനോൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവട്ടെ. ഓണത്തിന് ചേച്ചി വീട്ടിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഈ ഓണത്തിന് സദ്യ ഉണ്ണാൻ മേനോൻ സാർ തീർച്ചയായും എൻ്റെ വീട്ടിൽ വരണം. ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് സാറേ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊന്ന് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റൂ. ഞാൻ ചെയ്ത സാമ്പത്തിക സഹായത്തിന് നന്ദി പറയുകയാണെങ്കിൽ അത് എന്നോടല്ല നന്ദി പറയാൻ. നിങ്ങൾ നന്ദി പറയേണ്ടത് സൂതം മുതലാളിയോടാണ്. മനസ്സിലായോ? സുഗതം മുതലാളിയോടാ? അതെ, 25,000 രൂപ തന്നത് സൂതം മുതലാളി. നിങ്ങൾ കടം ചോദിക്കാൻ സൂതം മുതലാളി വീട്ടിൽ പോയില്ലേ? അതിൻ്റെ അടുത്ത ദിവസം ഞാനവിടെ പോയിരുന്നു. സംഭാഷണം മധ്യ നാരായണൻകുട്ടിയുടെ വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു.
ഇന്നലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കാനിട്ടിരിക്കുക 10 CR അവർ ചോദിക്കുന്നു. നമ്മുടെ മകനോടൊന്ന് പറയണം. ഞാൻ പറയാം. മേനോന്റെ നമ്പർ മോൻ്റെ കയ്യിലുണ്ടല്ലോ. അതുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് അത് നാരായണൻകുട്ടിയെന്ന് കണ്ടാൽ ഇവിടെ കാര്യം അല്പം കഷ്ടപ്പെട്ടു. നാരായണൻകുട്ടിയും ഭാര്യയും എന്നോട് ഒന്ന് 25,000 രൂപ ചോദിച്ചു. മുതലാളി, നാരായണൻകുട്ടി വലിയ ഒരു അഭിമാനിയാണ്. അവൻ്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി കുറേ കാശ് ചിലവായെന്ന് എന്നോട് പറഞ്ഞു. മുതലാളി കാശ് വല്ലതും കൊടുക്കാറില്ല. ഞാൻ കൊടുത്തില്ല. പണ്ടേ വെള്ളമടിച്ചുകൊണ്ട് വന്ന് എന്നെ ചീത്ത വിളിച്ചവനാണ്. ആ വൈരാഗ്യം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇല്ല മുതലാളി, നാരായണൻകുട്ടി ഇപ്പം മദ്യപിക്കത്തൊന്നുമില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ മദ്യപാനൊക്കെ എത്രയോ കാലം മുമ്പ് നിർത്തിയത്. നീ നാരായണൻകുട്ടി ന്യായീകരിക്കുകയാണോ? മുതലാളി, എനിക്ക് നാരായണൻകുട്ടിയെ നല്ലപോലെ അറിയാം. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. എനിക്ക് ഇപ്പോഴും നാരായണൻകുട്ടിയോട് കടുത്ത ദേഷ്യം. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇറങ്ങട്ടെ. മേനോൻ ഇരിക്കും. മേനോനെ, ഇത് 25,000 രൂപയുണ്ട്. നാരായണൻകുട്ടിക്ക് കൊടുത്തേ. ഞാൻ തന്നു എന്ന് പറയും. ആരും അറിയണം. എൻ്റെ ഭാര്യ പോലും അറിയണം. നാരായണൻകുട്ടിയുടെ ആവശ്യങ്ങൾ നടക്കണം. അവൻ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കട്ടെ. മുതലാളി, അങ്ങ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഈ രൂപ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ വാങ്ങിച്ചു തരാം. ഇത് വലിയ കാര്യമാണ്. കാരണം അത്ര ഗതികേടില്ല അവൻ്റെ അവസ്ഥ. ശരി, അപ്പോൾ വലിയ ഉപകാരം. ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. സൂതൻ മുതലാളി രൂപ തന്നിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹമാണ് 25,000 രൂപ തന്നത്. നാരായണൻകുട്ടിയും കുടുംബം അറിയരുത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും ഇത് അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വിവരം പറയാഞ്ഞത്. സുഹൃതൻ സാറിന് അങ്ങനെ ഒരു മനസ്സുണ്ടായോ? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായും നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ അദ്ദേഹം തന്ന പൈസ കൊടുക്കും. ആ രൂപ സൗകര്യപൂർവ്വം കൊടുത്താൽ മതി. ഞാൻ എന്തായാലും തിരുവോണ സദ്യ കഴിക്കാൻ വരും. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി സൂതൻ മുതലാളിയും ഭാര്യയും പോയി വിളിക്കണം. അവർ രണ്ടുപേരും തിരുവോണമായിട്ട് ഒറ്റയ്ക്കാണ്. നിങ്ങൾ രൂപയുടെ കാര്യമൊന്നും പറയരുത്. ഞാൻ വിളിച്ച് പറയാം. തീർച്ചയായും സുഗതൻ മുതലാളിയും സുലോചന ചേച്ചിയും തിരുവോണത്തിന് വിളിച്ചിരിക്കും. മേനോൻ സാറും ഉണ്ടാവുമല്ലോ. ഇത്തവണത്തെ തിരുവോണം ഒരിക്കലും മറക്കാത്ത ഓണമായിരിക്കും. ശരി. ദൈവമേ, പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടിയല്ലോ. അച്ഛൻ ഇരുന്നു. നമുക്ക് ഓണത്തിന് അച്ഛനെ കൂടെ വിളിക്കാം. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. നമസ്കാരം അച്ചോ. നമസ്കാരം നമസ്കാരം. ഇതെല്ലാം മോന് കളിപ്പാട്ടമൊക്കെ അല്ല. ഓണം എത്തിയല്ലോ. കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് സന്തോഷമായല്ലോ അല്ലേ? നാരായണക്കുട്ടി, നാളെ പള്ളിയിലോട്ടൊന്ന് വരാമോ? ഒരല്പ പണിയുണ്ട്. നാളെ രാവിലെ ഞാനങ്ങ് വരാച്ചോ. ഓണത്തിന് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓണസദ്യ കഴിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇതുവരെ എന്നെ നാരായണക്കുട്ടി വിളിക്കാത്തതുകൊണ്ടേ ഞാൻ വിചാരിച്ചു നാരായണക്കുട്ടിയുടെ ഭാര്യ ആശുപത്രിയിലായതുകൊണ്ട് ഇത്തവണത്തെ ഓണസദ്യ നഷ്ടപ്പെട്ടു പോയെന്ന്. ഓണസദ്യ എന്തായാലും ഞങ്ങൾ മുടക്കത്തില്ല. അച്ഛൻ ഈ ഇടവകയിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ വീട്ടിലെ ഓണസദ്യക്ക് അച്ഛൻ ഉണ്ടായിരിക്കും. ക്രിസ്മസിന് ഞങ്ങളെ വിളിച്ച അപ്പവും പോത്തിറച്ചിയൊക്കെ തരുന്നതല്ലേ അച്ഛോ? നാരായണൻകുട്ടിയും കുടുംബവും ഞങ്ങളുടെ പള്ളിയുടെ ഒരു ഭാഗമല്ലേ. പള്ളിയുടെ എന്താവശ്യത്തിനും നാരായണൻകുട്ടി കാണുമല്ലോ. നാളെ രാവിലെ ഞാനങ്ങ് വരാച്ചോ. അപ്പോൾ നാരായണൻകുട്ടി, ഈ ഓണത്തിനും സദ്യ കഴിക്കാൻ ഞാനുണ്ടാകും.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓണമാണ് ഇന്ന്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണം. സത്യത്തിൽ ഞാനും സുലു ഒന്നും മടിച്ചതാണ്. നിങ്ങൾ രണ്ടുപേരുടെ ആത്മാർത്ഥമായ വിളി കൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടെന്താ നല്ലൊരു തിരുവോണ സദ്യ കഴിക്കാൻ പറ്റിയില്ലേ? ലക്ഷ്മി സത്യം പറയാലോ, കുറച്ച് നാളായി ഇതുപോലൊരു ഓണസദ്യ കഴിച്ചിട്ട്. നാരായണൻകുട്ടി എല്ലാ ഓണത്തിനും ഒരില എനിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. ഇതേപോലൊരു സദ്യ കഴിച്ച് കുറേ നാളായി. നല്ലൊരു സദ്യയായിരുന്നു. ഓണമായിട്ട് ഹോട്ടലിൽ നിന്ന് ഓണസദ്യ കഴിക്കാൻ ഇരുന്നതാണ്. നാരായണൻകുട്ടിയുടെ നിർബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിന് നാരായണൻകുട്ടിയോട് പ്രത്യേകം നാരായണൻകുട്ടി ഞാനുമായിട്ട് ചെറുപ്പത്തിലേയുള്ള ബന്ധമാണ്. നാരായണൻകുട്ടിയുടെ അമ്മ എനിക്ക് ഒരുപാട് സത്യമാണ്. മുതലാളി 25,000 രൂപ മേനോൻ സാറിന്റെ കൊടുത്തു വിട്ടതിന് വളരെ നന്ദിയുണ്ട്. മുതലാളിയോട് കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ പൈസ തിരിച്ചു തരും. ചേട്ടൻ എപ്പോഴാ അവർക്ക് കാശ് കൊടുത്ത? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയണ്ടെന്ന് കരുതി. നിന്റെ കണ്ണിൽ ഞാൻ ഒരു പിശുക്കനാണല്ലേ. ചേച്ചി തന്ന രൂപ നമുക്ക് എത്ര ഉപകാരപ്പെട്ടെന്നറിയാവോ? ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. നീ എപ്പോഴാണ് ലക്ഷ്മിക്ക് പൈസ കൊടുത്തത്? ചേട്ടൻ കൊടുത്തപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല. എന്തായാലും ഇതാണ് യഥാർത്ഥ ഓണക്കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഓണം. വളരെ ശരിയാണ്. സുഗതൻ മുതലാളിയും വൈഫും ഞങ്ങളോടൊപ്പം ഓണസദ്യക്ക് വന്നതിൽ വളരെ സന്തോഷം. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ സുലോചനയാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത്. മക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് ഈ ഓണം ഒരു സാധാരണ ഓണം പോലെ കടന്നു പോകേണ്ടതായിരുന്നു. എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പെരുന്നാളിനും ക്രിസ്തുമസിനും ഓണത്തിനും ഒക്കെ മിക്കവാറും എല്ലാ വീട്ടിലും വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും സാമ്പത്തികമുണ്ട്, എന്നാൽ ആശ്വസിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമില്ല. നാരായണൻകുട്ടിയുടെയും അവൻ്റെ ഭാര്യയുടെയും ആത്മാർത്ഥമായിട്ടുള്ള ക്ഷണമുണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ വന്ന് ഈ സദ്യ ഉണ്ടാക്കാൻ. ഞങ്ങൾക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഞങ്ങളുടെ എളിയ സൽക്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇപ്പോഴാണ് യഥാർത്ഥ ഓണത്തിന്റെ അർത്ഥം വന്നത്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജാതി ഭേദമന്യേ പരസ്പര സ്നേഹത്തിന്റെയും സമഭാവനയുടെയും ആനന്ദം അനുഭവിക്കുന്ന ഓണം. അതാണ് നാരായണൻകുട്ടിയുടെ പൊന്നോണം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ.